أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون صدق الله العظيم. അൽ-ബഖറ 118 ആയത്താണ്. വിവരമില്ലാത്തവർ ചോദിക്കുന്നു, അള്ളാഹു എന്തുകൊണ്ട് ഞങ്ങളോട് നേരിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ വല്ല അത്ഭുത ദൃഷ്ടാന്തങ്ങളും എന്തുകൊണ്ട് ഞങ്ങൾക്ക് വന്നു കിട്ടുന്നില്ല. വിവരമില്ലാത്തവർ പണ്ടും ഇവർ പറയുന്നത് പോലെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാം മനസ്സുകൾ വളരെ സാദൃശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ദൃഢവിശ്വാസമുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ബഹുദൈവ വിശ്വാസികളും വിവരം കെട്ടവരുമായ ആളുകൾ പണ്ടുകാലം മുതൽക്കേ പറയുന്നതാണ്, ദൈവം എന്തുകൊണ്ട് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയുന്നില്ല, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങളെന്നെ ആരാധിക്കണം, മുഹമ്മദ് ഞാനയച്ച പ്രവാചകനാണ്, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കണം. ഇക്കാലത്തെ യുക്തിവാദികൾ പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ദൈവം നേരിട്ട് വന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾ നേരിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, നേരിൽ കാണാത്ത ഒന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. റാഫി ഇബ്നു ഹുസൈമയെപ്പോലുള്ള ചില ബഹുദൈവ വിശ്വാസികൾ നബിയോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നിൻ്റെ ദൈവമായ അള്ളാഹു ഞങ്ങളോട് നേരിട്ട് വന്ന് പറയുന്നില്ല? ഇതേപോലെ പണ്ട് ഇസ്രായേലിൽ മൂസ നബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വൈദക്കുൽത്തും യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ. മൂസ നബിയോട് അവർ പറഞ്ഞത്, അള്ളാഹുവിനെ പരസ്യമായി കാണുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. ഫഹത്തുക്കുമുസ്സാഅഖത്തു അൻതും തൻദുറൂൻ എന്ന് അവരോട് പറയുന്നുണ്ട്. അതവസരത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ ഒരു ഘോര ഗർജനം പിടികൂടുകയുണ്ടായല്ലോ. അപ്പോൾ അള്ളാഹുവിനെ കണ്ടാലേ വിശ്വസിക്കൂ എന്നത് മൂഢന്മാരായ ആളുകളുടെ സ്വഭാവമാണ്. എന്നാൽ അവരുടെ ഈ മൂഢമായ ചോദ്യത്തിന് അള്ളാഹു മറുപടി നൽകാതെ വിട്ടിട്ടില്ല. സൂറത്ത് ശൂറ 51 ആയത്തിൽ അതിനുള്ള മറുപടി ഇപ്രകാരം പറയുന്നുണ്ട്, വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹിയ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി മാ യശാ ഇന്നഹു അലിയുൻ ഹക്കീം. ഒരു മനുഷ്യനോടും അള്ളാഹു നേരിട്ട് സംസാരിക്കുക എന്ന അവസ്ഥ ഇല്ല തന്നെ. വഹി അഥവാ ദിവ്യബോധനത്തിലൂടെയോ അല്ലെങ്കിൽ മറക്ക് പിന്നിലായിട്ടോ അതുമല്ലെങ്കിൽ സന്ദേശവാഹകനായ മലക്കിനെ അയച്ചുകൊണ്ട് മാത്രമേ അള്ളാഹു മനുഷ്യനോട് ആശയവിനിമയം നടത്തുകയുള്ളൂ. തീർച്ചയായും അള്ളാഹു അത്യുന്നതനും യുക്തിജ്ഞനുമാണ്. ഇവിടെ ആദ്യം ഉദ്ധരിച്ച ആയത്തിൽ സത്യനിഷേധികളുടെ മറ്റൊരാവശ്യം അത് തൗത്തീന ആയ, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുന്നില്ല എന്നതാണ്. അതായത് മുഹമ്മദ് നബിയെ പ്രവാചകനായി നിശ്ചയിച്ച വിവരം മാലാഖമാർ വന്ന് വിളംബരം ചെയ്യണം, പ്രവാചകൻ മരിച്ചവരെ ജീവിപ്പിക്കണം, അദ്ദേഹം പർവ്വതങ്ങളെയൊക്കെ കടപുഴക്കി എറിയണം, മരുഭൂമിയിലൂടെ നദികൾ ഒഴുക്കണം, അതുമല്ലെങ്കിൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്ന ദൈവിക ശിക്ഷ നേരിട്ട് ഇറക്കണം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരോടുള്ള മറുപടി ഇതാണ്. മുൻകഴിഞ്ഞ തലമുറകളിലെ ധിക്കാരികളും നിഷേധികളും ഇതും ഇതിലപ്പുറമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിവ്യാത്ഭുതങ്ങൾ കണ്ട് സത്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യമല്ലായിരുന്നു അവരുടേത്, മറിച്ച് പ്രവാചകന്മാരെ ധിക്കരിക്കുവാനും നിഷേധിക്കാനുമുള്ള പഴുതുകൾ കണ്ടെത്തുകയായിരുന്നു അവർ. പ്രവാചകന്മാർ പറയുന്നതൊക്കെ സത്യമാണെന്ന് കണ്ടാലും അവരുടെ അഹന്തയും സ്വാർത്ഥതയും ഭൗതിക പ്രമത്തതയും അത് അംഗീകരിക്കുന്നതിൽ നിന്നവരെ തടയുകയായിരുന്നു. ഇക്കാലത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഇതുതന്നെയാണ് അവരുടെയൊക്കെ അവസ്ഥ. നമുക്കറിയാമല്ലോ, എം അക്ബറുമായി നടത്തിയ സംവാദത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിട്ടും ആ സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ലല്ലോ. സത്യം കാണാൻ ആഗ്രഹിക്കാത്തവർക്കും കണ്ടാലും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർക്കും ഈ ലോകത്ത് ഒരു ദൃഷ്ടാന്തവും പ്രയോജനപ്പെടാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ നേരിൽ കണ്ടാൽ പോലും അത് നേരിട്ട് അനുഭവപ്പെട്ടാൽ പോലും അവർ നിഷേധികളായി തന്നെ തുടരും. വാഹുദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.